ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ഒരു വീഡിയോ ആണ്. ഒത്തിരി ഒന്നും പഠിക്കാനില്ല. 8th സെമ്മിൽ നമുക്ക് തിയറി എക്സാംസ് ഇല്ല. ഫ്രാക്ഷൻസ് ഒക്കെ കുറേ കിട്ടും കേട്ടോ. അപ്പം എഴുതാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കുറച്ച് റിയാലിറ്റീസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ എൻ്റെ പേര് അബിയ. ഞാനൊരു സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ബാംഗ്ലൂരാണ് ഞാൻ പഠിക്കുന്നത്. സോ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നഴ്സിംഗ് റിലേറ്റഡ് കണ്ടന്റ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഞാൻ കുറച്ച് റിയാലിറ്റീസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നഴ്സിങ്ങിനെ പറ്റിയിട്ട്. അപ്പം ഫസ്റ്റ് ടൈം ആരെങ്കിലും ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ആസ് എ ഡിസ്ക്ലെയിമർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ഒരു വീഡിയോ ആണ്. ജനറലൈസ്ഡ് ആയിട്ട് ഞാനൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ആൻഡ് ഞാനൊരു പ്രൊഫഷനെയും താത്തിക്കെട്ടാൻ വേണ്ടിയിട്ടും അല്ല പറയുന്നത്. സോ ആരും ദൈവത്തെ ഓർത്ത് എന്നെ വന്ന് പൊങ്കാലിടരുത്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ എനിക്ക് ഈ കോഴ്സിനെ പറ്റി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി ആണ് മെയിൻലി നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ അഡ്മിഷൻ്റെ ഒക്കെ ടൈമാണല്ലോ അല്ലേ? ഇപ്പോൾ എല്ലാവരും ഓരോ കോഴ്സൊക്കെ സെലക്ട് ചെയ്ത് ഏത് കോളേജ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടൈമിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി നഴ്സിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കേരളത്തിന് പുറത്താണ് നഴ്സിംഗ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിനകത്ത് ചെയ്യുന്ന കുട്ടികളും കുറേ ഉണ്ട്. പക്ഷെ എനിക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഞാനിപ്പം കർണാടകയിലാണ്, ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സോ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു 4 ഇയർ കോഴ്സാണ്. BSc. ഓക്കെ, BSc നഴ്സിംഗ് ഒരു 4 ഇയർ കോഴ്സാണ്. GNM 3 ഇയർ ആണ്. അപ്പം BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ബാച്ചിലേഴ്സ് ആയിരിക്കും, മറ്റത് ഡിപ്ലോമ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പം എടുത്തിരിക്കുന്നത് BSc നഴ്സിംഗ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ അണ്ടറിലാണ് എൻ്റെ കോളേജ് വരുന്നത്. ടോട്ടൽ ഒരു 4 ഇയർ പ്രോഗ്രാമാണ്. 8 സെമസ്റ്റർ ആണ് നമുക്കുള്ളത്. അതിൻ്റെ അകത്ത് 7 സെമ്മാണ്. 7 സെം നമുക്ക് പഠിക്കാൻ എക്സാം ഉണ്ട്, തിയറി എക്സാം ഉണ്ട്. 8th സെമ്മിനകത്ത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം മാത്രമേ വരുന്നുള്ളൂ, തിയറി എക്സാംസ് ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് എന്താണ് സത്യങ്ങളിലേക്ക് കിടക്കാം. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. എളുപ്പമാണ്, പെട്ടെന്ന് പഠിച്ചു തീരും, പെട്ടെന്ന് ജോലി കിട്ടും, പിന്നെന്താ ഒത്തിരി ഒന്നും പഠിക്കാനില്ല, ഇങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവും, ഇങ്ങനെ വിചാരിക്കുന്നത് നഴ്സിംഗ് അല്ലേ എളുപ്പമല്ലേ. നമ്മുടെയൊക്കെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ പറയും നഴ്സിംഗ് എളുപ്പമാണ്. എല്ലാവരും കുറേ ആൾക്കാർ, കുറേ പോപ്പുലേഷൻ നഴ്സിങ്ങിലോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ പറയുന്നത് എല്ലാവരും. പക്ഷേ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ കോഴ്സാണ്. സീരിയസ്ലി പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒട്ടും ഇല്ലയെന്ന് വിചാരിക്കില്ലേ. പഠിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമുക്ക് കുറേ സബ്ജക്ട്സ് ഉണ്ട് പഠിക്കാൻ. അത് നമുക്ക് സെം ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സെമ്മിൽ ഇത്ര സബ്ജക്ട്സ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇയർ ബാച്ചിൻ്റെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറേയൊക്കെ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ 4th സെമ്മാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ സെമ്മ് വരെ ഉള്ളതെന്ന് എനിക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ ഇതുള്ളത്, നമ്മുടെ സബ്ജക്ട്സ് ഉള്ളതെന്ന്. അപ്പോൾ മെയിൻലി ഫസ്റ്റ് സെമ്മിൽ നമുക്ക് അനാറ്റമി, ഫിസിയോളജിയും സോഷ്യോളജി, സൈക്കോളജി 4 സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. ഈ 4 സബ്ജക്റ്റ് നമ്മൾ എക്സാം എഴുതണം, യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന നഴ്സിംഗ് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടെ ഉണ്ട്, FO എന്നാണ് പറയുക. അത് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ തിയറി ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സാംസ് ഇല്ല, യൂണിവേഴ്സിറ്റി എക്സാം ഇല്ല. നമുക്ക് ഇൻറ്റേർണൽ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട് FON. ഇനി സെക്കൻഡ് സെം വരുമ്പോഴത്തേക്കും നമുക്ക് FON 2, അതായത് ഫൗണ്ടേഷൻസിൻ്റെ സെക്കൻഡ് പാർട്ടും, പിന്നെ നമുക്ക് ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ അതൊരു പേപ്പറാണ്. ന്യൂട്രീഷനും ബയോകെമിസ്ട്രിയും കൂടെ ഒരു പേപ്പറാണ്. പിന്നെ നമുക്കുള്ളത് ഫസ്റ്റ് എയ്ഡിൻ്റെ മാൻഡേറ്ററി മൊഡ്യൂളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡിൻ്റെ മാൻഡേറ്ററി മൊഡ്യൂളും സെക്കൻഡ് സെമ്മിൽ നമുക്ക് ഫിസിക്കൽ അസസ്മെൻറ്റിൻ്റെ മാൻഡേറ്ററി മൊഡ്യൂൾ, അതൊക്കെ നമുക്ക് കോളേജിൽ മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്കപ്പം എക്സാം വരുന്നത് ബയോകെമിസ്ട്രിക്കും ന്യൂട്രീഷനും കൂടെ ഒരു പേപ്പറും, നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച FON 1ഉം
സെക്കൻഡ് സെമ്മിൽ പഠിച്ച FON2 കൂടെ ഒരു പേപ്പർ നമുക്ക് എഴുതാനുള്ളത്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഇയറിൽ ഇത്ര സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ തേർഡ് സെമ്മിൽ നമുക്ക് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഫാർമക്കോളജി 1, പാത്തോളജി 1, പിന്നെ അതുപോലെ തന്നെ മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതിനകത്ത് നമ്മൾ എക്സാം എഴുതുന്നത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1നും മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോളിനും മാത്രമാണ് നമ്മൾ തേർഡ് സെമ്മിൽ എക്സാം എഴുതുന്നത്. പിന്നെ നമ്മൾ ഫാർമക്കോളജി, പാത്തോളജി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തിയറി എക്സാം തേർഡ് സെമ്മിലില്ല. അതെല്ലാം ഫോർത്തിലാണ് വരിക. അപ്പോൾ ഫോർത്ത് സെമ്മിൽ നമുക്ക് ടോട്ടൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് അത് സെക്കൻഡ് പാർട്ട് നമുക്ക് എക്സാം ഉണ്ട്. അതുപോലെ നമുക്കുള്ളത് ഫാർമക്കോളജി, പാത്തോളജി, ജെനറ്റിക്സ് ഈ 3 സബ്ജക്റ്റും ഒരു പേപ്പറിൽ 75 മാർക്സിന് നമ്മൾ ഈ 3 സബ്ജക്റ്റ് എഴുതും. ഫാർമക്കോളജി, പാത്തോളജി, ജെനറ്റിക്സ്. അപ്പം നമുക്ക് ഇത്രയും സബ്ജക്ട്സ് ആണ് നമ്മുടെ സെക്കൻഡ് ഇയറിൽ ഫുള്ളുള്ളത്. അപ്പോൾ അത്രയും ക്ലിയർ ആയില്ലേ? ഇനി ഫിഫ്ത്ത് സെമ്മിൽ തേർഡ് ഇയറിൽ നമുക്ക് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്. അതായത് പീഡിയാട്രിക് നഴ്സിംഗ് ഉണ്ട്, അത് ഫസ്റ്റ് പാർട്ടും. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്, അത് ഫസ്റ്റ് പാർട്ടും. അതിൻ്റെ രണ്ടിൻ്റെ എക്സാം നമുക്ക് സിക്സ്ത് സെമ്മിലാണ് കമ്പൈൻ ചെയ്തിട്ടാണ് വരിക. പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്, അതുപോലെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ ഫോറൻസിക് നഴ്സിംഗ് ഉണ്ട്. ഫോറൻസിക് നഴ്സിംഗും ഇന്ത്യൻ ലോസ് ഒക്കെ നമുക്ക് ഇന്റേണൽ എക്സാം ആയിട്ടാണ് വരിക. ഈ നഴ്സിംഗ് എഡ്യൂക്കേഷനും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗും മാത്രമേ നമുക്ക് ഫിഫ്ത്ത് സെമ്മിൽ എക്സാം എഴുതേണ്ടതായിട്ടുള്ളൂ. പിന്നെ സിക്സ്ത് സെമ്മിൽ നമുക്ക് ചൈൽഡ് ഹെൽത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, മെൻ്റൽ ഹെൽത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, പിന്നെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ OBG ഗൈനക്കോളജി, ഒബ്സ്ട്രറ്റിക്സ് ആൻഡ് ഗൈനക്കോളജീൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട്. അതിനകത്ത് നമ്മൾ മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിനും ചൈൽഡ് ഹെൽത്ത് നഴ്സിങ്ങിനും നഴ്സിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പിനും നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നുണ്ട്. ഓക്കെ. സെവൻത്ത് സെമ്മിൽ നമുക്കുള്ളത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടും നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതുണ്ട്, പിന്നെ OBG അതായത് ഗൈനക്കോളജി, ഒബ്സ്ട്രറ്റിക്സും ഫസ്റ്റ് ആൻഡ് സെക്കൻഡും. ഇത്രയാണ് നമുക്ക് സെവൻത്ത് സെമ്മ് വരെ പഠിക്കാനുള്ളത്. ഓക്കെ. എയ്ത്ത് സെമ്മിൽ നമുക്ക് തിയറി എക്സാംസ് ഇല്ല, നമുക്ക് തിയറി അവേഴ്സും ഇല്ല, പ്രാക്ടിക്കൽസ് ആണ്. നമുക്ക് ഇന്റേൺഷിപ്പ് ആണ് ആ സമയം. സോ നമുക്ക് ഡ്യൂട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത്. ക്ലാസ്സസ് ഉണ്ടാവില്ല, തിയറി എക്സാംസും ഉണ്ടാവത്തില്ല, പ്രാക്ടിക്കൽ എക്സാംസ് ആണ് ഉള്ളത്. ഓക്കെ. എയ്ത്ത് സെമ്മിൽ ഇപ്പം മനസ്സിലായില്ലേ നമുക്ക് എന്തുമാത്രം പഠിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് പഠിക്കാനില്ല എന്ന് ആരും വിചാരിക്കരുത്. ഞാനും ഇത്ര പഠിക്കാനുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കഷ്ടപ്പാടാണ്. ഞാൻ കുറേ റീലൊക്കെ കണ്ടിട്ടുണ്ട് കഷ്ടപ്പാടാണെന്ന്. പക്ഷെ ഞാൻ ഇത്ര കഷ്ടപ്പാട് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പം പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ആരും പഠിക്കാനില്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇഷ്ടത്തോടെ ഇത് ചൂസ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെടാതെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് പഠിക്കാനേ പറ്റുള്ളൂ, വേറെ നിവർത്തിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഈ കോഴ്സിനോടൊരു കുറച്ച് ഇഷ്ടമൊക്കെ കാണിച്ച്, പക്ഷെ അത്ര അത്ര ഡിഫിക്കൽട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നഴ്സിംഗ് പഠിക്കാനായിട്ട്. നമുക്ക് ഈ ചില സബ്ജക്ട്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ഇതുപോലത്തെ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ കുറച്ചൊന്ന് ഇരുന്ന് പഠിക്കണം. ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതുള്ള എക്സാംസ് ഒക്കെ. പിന്നെ നമുക്കുള്ളൊരു കൺസേൺ ആണ് എഴുതാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നഴ്സിങ്ങിന് നമുക്ക് പവർ പോയിന്റും അതുപോലെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഇതൊക്കെ നമ്മൾ തന്നെ എഴുതണം. A4 ഷീറ്റിൽ മാർജിനൊക്കെ വരച്ച് അങ്ങനെ ഇരുന്ന് എഴുതാം. കുറേ ഉണ്ട് നമുക്ക് ഫസ്റ്റ് സെമ്മ് തൊട്ട് കുറേ സബ്ജക്ട്സ്, അതായത് കുറേ റിക്വയർമെൻറ്റ്സ്, ക്ലിനിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് നമ്മളതിന് പറയുക. അത് നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ, ക്ലിനിക്കൽ പോസ്റ്റിങ്സിന് പോകുമ്പം നമ്മൾ കേസ് എടുക്കണം. ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എടുത്തിട്ട് നമ്മൾ ആ കണ്ടീഷൻസിന് നമ്മൾ കെയർ പ്ലാൻ എഴുതും, കേസ് സ്റ്റഡി എഴുതും, കേസ് പ്രസൻറ്റേഷൻ ചെയ്യും. അത് കേസ് പ്രസൻറ്റേഷനൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ നിന്ന് ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പം അതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ പറഞ്ഞുതരും. കെയർ പ്ലാൻ എഴുതാനൊക്കെ ഞങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർത്ത് ടെൻഷൻ ആവേണ്ട. പക്ഷേ ഒത്തിരി നമ്മൾ എഴുതാനുണ്ട്. ഓക്കെ. ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഉണ്ട്. അതായത് നമുക്കൊരു ടോപ്പിക്ക് തരും നമ്മുടെ കോളേജിൽ നിന്ന്, നമ്മളത് റെഫർ ചെയ്ത് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രിപ്പയർ ചെയ്യണം, ഫ്ലാഷ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യൻറ്റിനെ കണ്ടുപിടിക്കും. നമുക്കൊരു ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ പേഷ്യൻറ്റിനെ കണ്ടുപിടിച്ച് പേഷ്യൻറ്റിനെ പോയി പഠിപ്പിക്കാം. ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാൻ നമുക്ക് പ്രസൻറ്റേഷൻസ് ഉണ്ടാവും, മൈക്രോ ടീച്ചിങ് ഉണ്ടാവും, പിന്നെ ഡ്രഗ് പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് എഴുതി സബ്മിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ അസൈൻമെൻറ്റ് എഴുതുന്നത് പോലെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഇട്ട് തരുന്ന പരിപാടീസൊന്നും ഇവിടെ ഇല്ല. നമ്മളൊരു സാധനം എഴുതി കഴിഞ്ഞാൽ അതിന് കറക്ഷൻ തരും. കറക്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പേജ് മാറ്റി നമ്മൾ പിന്നെ ഒന്നുകൂടെ എഴുതണം. അങ്ങനെ കറക്ഷൻസ് ഒക്കെ കുറേ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ കറക്ഷൻസ് കിട്ടുന്നതല്ല. എല്ലാവർക്കും കിട്ടാറുണ്ട്. നഴ്സിംഗ് ജീവിതത്തിൽ അതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് കറക്ഷൻസ്. അപ്പം ഇഷ്ടംപോലെ കറക്ഷൻസ് ഒക്കെ കിട്ടും നമുക്ക്. നമ്മുടെ
നമ്മള് നമ്മള് വിചാരിക്കത്തില്ല നമുക്ക് ഇത്ര കറക്ഷൻ കിട്ടുമെന്ന്. അപ്പൊ എനിക്ക് തന്നെ അറിയാം കെയർ പ്ലാനൊക്കെ എഴുതുമ്പോ 6, 7 കറക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ബാച്ച്മേറ്റ്സിനൊക്കെ. അപ്പം കറക്ഷൻസ് ഉണ്ടാവും. നമ്മളപ്പോ എഴുതുക, എഴുതുക, എഴുതുക. എഴുതി തന്നെ തീരും. എനിക്കിപ്പോ 4ത്ത് സെമ്മിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് തിയറി റിക്വയർമെന്റ്സ് ഒക്കെ ആദ്യം തീർക്കാം. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻസ്, പിന്നെ മൈക്രോ ടീച്ചിങ്, ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ ഇതിന്റെയൊക്കെ നമ്മൾ എഴുതി എഴുതി വെക്കണം ഇപ്പം. അപ്പോൾ എനിക്ക് നാളെ കഴിഞ്ഞിട്ട് ഒരു സബ്മിഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഡേറ്റ്സ് തരും. നമ്മൾ അതിനനുസരിച്ച് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻസ് കൊടുക്കണം. അങ്ങനെ അങ്ങനെ കുറേ നമുക്ക് എഴുതാനുണ്ട്. അപ്പം എഴുതാൻ ഒക്കെ റെഡിയായി വരിക. കുറേ എ4 ഷീറ്റും കുറേ സ്കെച്ച് പെന്നും മാർക്കറും ഒക്കെ കൊണ്ട് വേണം വരാൻ. കാരണം ഇഷ്ടം പോലെ എഴുതാനുണ്ട്. അപ്പം അത് നഴ്സിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എത്രയൊക്കെ ആധുനിക യുഗത്തിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ AI ക്രിയേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്താണ് നഴ്സിംഗ് കെയർ പ്ലാൻസ് ഒക്കെ നമുക്കുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെല്ലാം ഇപ്പം ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലായിടത്തും ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എഴുതാനുണ്ട്. നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ മാത്രം നമ്മൾ കമ്പ്യൂട്ടറൈസേഷൻ നമ്മുടെ റിക്വയർമെന്റ്സ്, നമ്മുടെ പ്രൊജക്റ്റ് ഒന്നും നമ്മൾ ഇതുവരെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടില്ല. എപ്പോഴും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ അസൈൻമെന്റ്സ് ഒക്കെ നമ്മൾ എഴുതുക തന്നെ വേണം. നമുക്ക് ലാപ്ടോപ്പിൽ ടൈപ്പിംഗ് പരിപാടീസ് ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ എഴുതി വെക്കുന്ന സാധനങ്ങൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഒരു സെമ്മ് തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ആ റിക്വയർമെന്റ് എല്ലാം കൂടെ അവരൊരു ബുക്കാക്കി ക്യുമുലേറ്റീവ് ബൈൻഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ പോയപ്പോൾ നമ്മൾ കേസ് എടുത്തതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ബുക്കാക്കി തരും. അപ്പോൾ നമ്മളത് പ്രാക്ടിക്കൽ എക്സാമിന് കൊണ്ടുപോവുകയൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. പിന്നെ വൈവയുണ്ട്. നമുക്കൊരു ക്യുമുലേറ്റീവ് റെക്കോർഡുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ടോപ്പിക്സ് ഓരോ സെമ്മിലും നമുക്ക് എത്ര എത്ര തീർക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് മുന്നേ കംപ്ലീറ്റ് ഒക്കെ ആക്കണം. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ എഴുതാനൊക്കെ ആയിട്ട് നമുക്ക് നഴ്സിങ്ങിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ട് വേണം വരാൻ.